എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജനാണ്. ഈ ആഴ്ച സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച ഒരു വാർത്തയാണ്. മോഡേൺ മെഡിസിനിലെ 4 മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായി കണ്ടുപിടിച്ചു, അതിനാൽ WHO അത് നിരോധിച്ചു. ഇത് കേട്ടതോടെ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ സന്തോഷം. അവർ അവരുടെ ടോപ്പിക്കുമായി ഇറങ്ങി. അതായത്, നിങ്ങൾ ആരും ഇനി BP-ക്ക് മരുന്ന് കഴിക്കരുത്. ഡോക്ടർമാർ മനഃപൂർവ്വം ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നെഴുതി അവരുടെ വരുമാനം കൂട്ടുന്നു. മോഡേൺ മെഡിസിൻ വിശ്വസിക്കാൻ കൊള്ളില്ല. അവയവമാഫിയ തുലയട്ടെ എന്നൊക്കെയായി മുദ്രാവാക്യങ്ങൾ. ഇത് കേട്ടതോടുകൂടി ചില ആൾക്കാർ BP-ക്ക് കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തു. എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം? അതോ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? WHO മരുന്ന് നിരോധിച്ചോ? നമുക്കൊന്ന് പരിശോധിക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO എന്നതിന്റെ പർപ്പസ്, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു മരുന്നിന് ലൈസൻസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മരുന്ന് നിരോധിക്കുന്നതോ ആയ ഒരു ഓർഗനൈസേഷൻ അല്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. WHO കീഴിൽ നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, അല്ലെങ്കിൽ IARC എന്ന് ചുരുക്കത്തിൽ പറയുന്ന ഒരു ഏജൻസി. അതിന് പല ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്നത് ലോകത്തുള്ള വിവിധ കെമിക്കലുകൾ, ഫിസിക്കൽ ഏജൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കുക, അതനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതനുസരിച്ച് അവർ എല്ലാ വർഷവും പുതിയ പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ പുതിയ സാധനത്തിന്റെ ലിസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാറുമുണ്ട്. ഏതാണ്ട് 1061 സംഭവങ്ങളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ ലിസ്റ്റാണ് അവർ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ IARCയുടെ ക്ലാസിഫിക്കേഷൻ ബേസിക് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനെ 4 ഗ്രൂപ്പായിട്ടാണ് ഇവർ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിലെ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കൽസ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തെളിവുണ്ട് എന്നാണ് അർത്ഥം. ഗ്രൂപ്പ് 2 രണ്ടെണ്ണമുണ്ട്. ഗ്രൂപ്പ് 2A ആൻഡ് ഗ്രൂപ്പ് 2B. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളുണ്ട്, എന്നാൽ ശക്തമായ തെളിവുകൾ ഇല്ല എന്നുള്ള ഒരു വിഭാഗത്തിൽ വരുന്നതാണ് 2A. 2B എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബബിളി കാർസിനോജനിക്ക് വീണ്ടും പഠനങ്ങൾ ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ക്ലാസിഫയബിൾ, അതായത് ഇതിനെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ തെളിവുകളൊന്നുമില്ല. ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞാൽ നോൺ കാർസിനോജനിക്. ഇങ്ങനെയാണ് 4 ഗ്രൂപ്പുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു ക്യാൻസർ റിസ്ക് അല്ല, ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള തെളിവ്, അതായത് ഒരു ഹസാർഡ് ലെവലാണ് ഇവർ ഓരോ പ്രാവശ്യവും പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ ഗ്രൂപ്പ് 1-ൽ ഏതാണ്ട് 136ഓളം പ്രൊഡക്ട്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 1061 പ്രോഡക്റ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ 135 എണ്ണമാണ് ഗ്രൂപ്പ് 1-ലുള്ളത്. അപ്പം ഒരു പ്രോഡക്റ്റിന്റെ ഹസാർഡ് ലിമിറ്റ് ആണ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത ഭാഗത്ത് എന്താണ് ഈ ഹസാർഡ് ലിമിറ്റ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലായാൽ നമുക്ക് ഈ ടോപ്പിക്കിന്റെ ഒരു നല്ല ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹസാർഡ് എന്നാൽ ഒരു വസ്തുവിന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ആ കഴിവിനെയാണ്, അല്ലെ ആ തെളിവിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷം ഉണ്ടാക്കാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ, അതുപോലെ തന്നെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷം നിങ്ങളിൽ എത്രമാത്രം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം അപകടം ഉണ്ടാകുന്നു എന്നതുമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് ബേസിക്കലി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ഒരു കടുവ ഒരു ഹസാർഡാണ് മനുഷ്യന്, അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് ഒരു ഹസാർഡാണ്. ഇപ്പൊ ഈ കടുവ തിരുവനന്തപുരത്തെ മൃഗശാലയുടെ കൂട്ടിൽ കിടക്കുമ്പോൾ അത് ഹസാർഡാണ്, പക്ഷെ അത് കാണുന്ന ആൾക്ക് റിസ്ക് ഇല്ല. എന്നാൽ ഈ കടുവ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്, നിങ്ങൾ വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഹസാർഡ് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ റിസ്ക് കൂടി. ഇതാണ് ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള വേറൊരു ഉദാഹരണം കൂടെ പറയാം. അതായത് നമ്മൾ ഒരു നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹസാർഡാണ്, അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അത് ഒരു പ്ലാസ്റ്റിക് സർജന്റെ കൈകളിലാണെങ്കിൽ നമ്മളുടെ മുഖത്തിന്റെ ഭംഗി കൂട്ടാനാണ് അത് ഉപയോഗിക്കുക. എന്നാൽ അതൊരു കൊലയാളിയുടെ കയ്യിലാണെങ്കിൽ അയാളുടെ കഴുത്തിന് വെട്ടുകയും അപകടം ഉണ്ടാക്കുകയും ചെയ്യണം. ഇതാണ് ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും ക്ലിയർ ആയി മനസ്സിലാവും. അതായത് IARC നൽകുന്നത് ഒരു വസ്തുവിന്റെ ഹസാർഡ് ലിമിറ്റും, എന്നാൽ ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് എഴുതുമ്പോൾ നോക്കുന്നത് അതിലെ റിസ്ക് എലമെന്റുമാണ്. ഇത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം.
അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 2026 IARC പുതിയതായി അവരുടെ റിസർച്ചിന്റെ ആ ലിസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. അതിൽ ഗ്രൂപ്പ് 1 കാർസിനോജനായിട്ട് മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന BP-ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ഹൈഡ്രോക്ലോറോതയാസൈഡ്, അതുപോലെ തന്നെ ഫംഗൽ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്ന ഓറിക്കോണസോൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ട്രാൻസ്പ്ലാന്റിനൊക്കെ ശേഷം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാക്രോലിമസ് എന്ന മരുന്നുകൾ ഗ്രൂപ്പ് 1 വിഭാഗത്തിൽ പെടുത്തുകയുണ്ടായി. ഇത് പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വാർത്തകൾ വന്നു തുടങ്ങിയത്. ഈ മരുന്നുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പ് 1 കാർസിനോജൻ, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ആ ലിസ്റ്റിൽ വരുന്ന മറ്റു ചില ആളുകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ഗ്രൂപ്പ് 1 വരുന്ന ഒരു പ്രധാന ഏജന്റാണ് സൂര്യപ്രകാശം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിയിരിക്കും. സൂര്യപ്രകാശം ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. അതെ, സൂര്യപ്രകാശത്തിലെ UV റേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും അത് അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നാം അറിയാത്തത് നമ്മളുടെ സ്കിൻ കളർ ചില ബ്ലാക്ക് ആൻഡ് ആയതുകൊണ്ടും അതുകൊണ്ട് നമ്മുടെ മെലനിൻ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്. ഓസ്ട്രേലിയ, സ്കാൻഡിനേവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏറ്റവും കോമൺ ക്യാൻസർ സ്കിൻ ക്യാൻസറാണ്. അതിനുള്ള ക്യാൻസറിനുള്ള കാരണം സൂര്യപ്രകാശം ഏൽക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള ഫാസ്റ്റ് ഫുഡ് ചെയിൻ, ഹോട്ട് ഡോഗ്, ബർഗർ, സലാമി, സോസേജ്, ഇതെല്ലാം ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഈ പറഞ്ഞ കപടശാസ്ത്രക്കാർ പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോട്ടെ, നമ്മളുടെ എല്ലാവരും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന ബിയർ, വൈൻ, വിസ്കി, ഇതെല്ലാം ഗ്രൂപ്പ് 1 കാർസിനോജനിൽ പെട്ടതാണ്. ഇനി നമ്മളുടെ ഗവൺമെന്റ് പോലും പെർമിഷനോടുകൂടി കൃഷി ചെയ്യുന്ന ഇന്ത്യയുടെ തന്നെ ചില സംസ്ഥാനങ്ങളുടെ പ്രധാന വരുമാന മാർഗമായ ടുബാക്കോ, അതും ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. ഇതെല്ലാം പോട്ടെ, നമ്മളുടെ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ വഴിയിൽ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അകത്തേക്ക് കയറുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പല കാര്യങ്ങൾ, ഇതെല്ലാം ലിസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഗ്രൂപ്പ് 1 കാർസിനോജനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാം ഭയപ്പെടേണ്ടതില്ല. ഹസാർഡും റിസ്ക്കും തമ്മിലുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. അത് വെച്ചാണ് നാം അതിന്റെ റിയൽ പ്രോബ്ലം അസസ് ചെയ്യേണ്ടത് എന്നാണ്. ഇത്രയും പറഞ്ഞു വരുമ്പോൾ അടുത്ത ചോദ്യം വരും, അതെ ഡോക്ടറെ, ഈ പുകയിലയും മരുന്നും ഇംഗ്ലീഷ് മരുന്നും കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പുകയില പോലെ തന്നെയാണല്ലേ ഇംഗ്ലീഷ് മരുന്ന്? അതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് സയൻസ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ യഥാർത്ഥ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതും കാര്യങ്ങൾ അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതും. രണ്ടും രണ്ടാണ്. പുകയിലയും ഈ ഇംഗ്ലീഷ് മരുന്നുകളും രണ്ടും രണ്ടാണ്. ഇവിടെയാണ് ഈ ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിലെ മറ്റൊരു ഫാക്ടർ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇതെല്ലാം ഗ്രൂപ്പ് 1 ആണെങ്കിലും ഇതിന്റെ എക്സ്പോഷർ മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിന്റെ റിസ്ക് എലമെന്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് പുകയിലയുടെ റിസ്ക് അല്ല സൂര്യപ്രകാശത്തിനുള്ളത്, സൂര്യപ്രകാശത്തിന് റിസ്ക് അല്ല വായുവിലെ പുകയ്ക്കുള്ളത്, പുകയ്ക്കുള്ള റിസ്ക് അല്ല നമ്മൾ ഈ പറഞ്ഞ ഈ മരുന്നുകൾക്ക് വരുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഗ്രൂപ്പിലാണെങ്കിലും അതിന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങളിൽ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മരുന്നുകളുടെ ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് BP മരുന്നിന്റെ കാര്യം തന്നെ എടുക്കാം. അതാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. BP മരുന്നായ ഹൈഡ്രോക്ലോറോതയാസൈഡ് നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ UV ലൈറ്റ്സ് നമ്മുടെ സ്കിന്നിലേക്കുമ്പോൾ സ്കിൻ ഡാമേജ് ഉണ്ടാവും, അത് സ്കിൻ ക്യാൻസറിന് കാരണമാകും. ഈ ഹൈഡ്രോക്ലോറോതയാസൈഡ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ സെൻസിറ്റൈസറാണ്. അതായത് ഇതിന്റെ ആക്ഷനെ പൊട്ടൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മരുന്ന് ക്രോണിക് ആയി കഴിക്കുന്നവർക്ക് സ്കിൻ ക്യാൻസർ സാധ്യത കൂടുതലുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സൺ എക്സ്പോഷർ ആയിട്ടുള്ള മുഖത്ത്, കൈകാലുകൾ, മൂക്ക്, ലിപ്പ്, ഇവിടെയൊക്കെ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറഞ്ഞ് സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പഠനം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഗ്രൂപ്പ് 1 കാർസിനോജനിൽ പെടുത്തിയത്. എന്നാൽ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇത് പ്രധാനമായും പഠനങ്ങൾ നടത്തിയത് ഫിൻലാൻഡ്, ഇംഗ്ലണ്ട്, സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ്. അവിടെ ഈ സ്കിൻ ക്യാൻസർ റിസ്ക് കൂടുതലാണ്, കാരണം അവരെല്ലാം വെളുത്ത സ്കിൻ പീപ്പിൾ ആണ്. നമ്മൾക്ക് ഇവിടെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള പോപ്പുലേഷന് അതിന്റെ അബ്സല്യൂട്ട് റിസ്ക് കുറവാണ്. റിസ്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ, അബ്സല്യൂട്ട് റിസ്ക് നിങ്ങൾക്ക് തീരെ കുറവാണ്. അതിനാൽ ഈ മരുന്ന് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവര്, അതോടൊപ്പം തന്നെ ധാരാളം സൺ എക്സ്പോഷർ ഉള്ളവരാണെങ്കിൽ അതിനെതിരെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈ മരുന്നിന് പകരമുള്ള മറ്റൊരു മരുന്ന് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി. ഇനി രണ്ടാമത്തെ മരുന്നായ ഓറിക്കോണസോൾ. ഈ ഓറിക്കോണസോൾ എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ തൊലിപ്പുറത്ത് വരുന്ന ചുണങ്ങോ പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ല.
നമ്മളുടെ സിസ്റ്റമിക് ആയിട്ട് നമ്മുടെ പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാർ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എടുത്തവർ, ക്രിട്ടിക്കൽ കെയർ ഇൽനസ് അതായത് ICUവിൽ കിടക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരിലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മരുന്ന് ആണ് ജീവൻ നിലനിർത്താനായിട്ട് അവരെ സഹായിക്കുന്നത്. നമ്മുടെ കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളവർക്ക് ഇത് സെയിം പ്രോബ്ലം ആണ്. ഈ സൺ എക്സ്പോഷർ ഉള്ളവർക്ക് ഫോട്ടോ സെൻസിറ്റൈസേഷൻ കൂട്ടും, അങ്ങനെയാണ് ഇതിന്റെ ക്യാൻസർ റിസ്ക് കൂടുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ വോറിക്കോണസോൾ ദീർഘകാലം ഒന്നും നമ്മൾ ഈ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്കറിയാം ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉള്ളവർ, ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരൊന്നും സൺ എക്സ്പോഷറിന് പോകാറുമില്ല. അതുകൊണ്ട് അതിന്റെ റിലേറ്റീവ് റിസ്ക് വളരെ കുറവാണ്. പക്ഷേ സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അത് കണ്ട ഫൈൻഡിങ്സ് എപ്പോഴും അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ഓർക്കുക, ഒരു ICUവിൽ കിടന്ന് മരിക്കണോ അതോ ഇതുപോലെയുള്ള ഒരു റിമോട്ട് റിസ്ക്കും നമ്മൾ വേണ്ട എന്ന് വെച്ച്, അല്ലെങ്കിൽ അത് വെച്ച് നമ്മൾ മരുന്ന് ഉപയോഗിക്കാതിരിക്കണം. അത് നമ്മളുടെ തീരുമാനം മാത്രമാണ്. മൂന്നാമത്തെ മരുന്നായ ടാക്രോലിമസ്, ഇത് ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അവയവം മാറ്റി വെച്ചവർക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അതേപോലെ നിർത്തി കഴിഞ്ഞാൽ ആ ഓർഗൻ റിജക്റ്റഡ് ആയി പോകും. അതായത് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കിഡ്നി അവരുടെ ഡാമേജ് ആയി പോകും, നശിച്ചു പോകും. അപ്പോൾ അവർ നേരെ മരണത്തിലേക്ക് പോകും. അപ്പോൾ ഈ ടാക്രോലിമസ് എന്ന് പറയുന്ന ഫോട്ടോ സെൻസിറ്റൈസേഷൻ അല്ല അതിന്റെ പ്രശ്നം. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന എല്ലാ മരുന്നുകൾക്കും ഈ പ്രശ്നമുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ആണല്ലോ ശരീരത്തിലെ ക്യാൻസറിനെ തടഞ്ഞു നിർത്തുന്ന, ഒരു പരിധി വരെ നമ്മളെ തടഞ്ഞു നിർത്താനുള്ള ഒരു ബേസിക് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമുക്ക് ശരീരത്തുണ്ടാകുന്ന ക്യാൻസറിനെ തടയാനുള്ള കഴിവ് കുറയും. അതിനാൽ ക്യാൻസർ റിസ്ക് കൂടും എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ സയൻസ്. അപ്പൊ ഈ പറഞ്ഞ ടാക്രോലിമസിന് മാത്രമല്ല, മറ്റ് ഇമ്മ്യൂണോ സപ്രസൻസിനും ഈ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏറ്റവും പുതിയ എവറോലിമസ് പോലെയുള്ള എംഡോർ ഇൻഹിബിറ്റേഴ്സിന് ഇതുപോലെയുള്ള ഈ ക്യാൻസർ റിസ്ക് കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കുക, നമുക്ക് ഒരു അവയവം നിലനിർത്തണമെങ്കിൽ, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അവയവം നിലനിർത്തണമെങ്കിൽ ഇമ്മ്യൂണോ സപ്രഷൻ ആവശ്യമാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഒരു റിലേറ്റീവ് റിസ്ക് ആണ് ഈ പറഞ്ഞ ഈ ക്യാൻസർ റിസ്ക്. ഇത്രയും കേൾക്കുമ്പോൾ അല്പമെങ്കിലും സയന്റിഫിക് ടെമ്പർ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, വൈദ്യുതി എന്ന് പറഞ്ഞാൽ അപകടകാരിയാണ് എന്ന് പറഞ്ഞ് നാം ഇന്ന് ആരെങ്കിലും വീട്ടിൽ ഇലക്ട്രിക് ലൈറ്റ് വേണ്ട, ഞാൻ വീണ്ടും വിളക്ക് കത്തിച്ചു വെച്ച് ജീവിച്ചോളാം എന്നുള്ള തീരുമാനം ഇത്തരം പ്രകൃതി ജീവനം പറയുന്നവർ എടുക്കുമോ? അതല്ല, നമുക്കറിയാം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ വീട് തന്നെ കത്തിപ്പോകാം. നമ്മൾ ആരെങ്കിലും ഇനി ഗ്യാസ് വേണ്ട, നമ്മൾ വിറകടുപ്പിലേക്ക് പോകാമെന്ന് ഫ്ലാറ്റിൽ ജീവിക്കുന്നവർ പറയുമോ? ഇവിടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അതായത് ഒരു വസ്തു ഹസാഡസ് ആണെന്ന് നമുക്കറിയാമെങ്കിലും അതിന്റെ റിസ്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ കഴിവും. അതനുസരിച്ചാണ് നമ്മളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പല ജീവൻ രക്ഷാ ചികിത്സാ രീതികളും അതിൻ്റെതായ ഇൻഹറന്റ് റിസ്ക് ഉണ്ട്. റേഡിയേഷൻ ചികിത്സ, ക്യാൻസർ മാറും, പക്ഷേ അതിൻ്റെതായ ചില ഇൻഹറന്റ് റിസ്കുകളുണ്ട്. കീമോതെറാപ്പിക്ക് സൈഡ് എഫക്റ്റുകളുണ്ട്. സർജറിക്ക് മരണം വരെ സംഭവിക്കാവുന്ന റിസ്ക് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നാം സ്വീകരിക്കുന്നത് നമ്മൾ അതിന്റെ ഹസാർഡ് എലമെന്റ് മാത്രം നോക്കിയല്ല, ആ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണ് എന്ന് നോക്കിയാണ് നാം ഒരു ചികിത്സ തീരുമാനിക്കുന്നത്. അതാണ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഒരു BP മരുന്ന് ഈ വല്ലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു വസ്തുവിനെ ഉപേക്ഷിച്ച് കഴിക്കാതിരിക്കുക എന്ന് വിചാരിക്കുക. എന്താണ് സംഭവിക്കുക? BP കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, കിഡ്നി ഡാമേജ് ആവാം. അതാണോ നല്ലത്? അതോ വളരെ സ്ഥിരമായി വെയിലേൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു റിമോട്ട് റിസ്കിനെ ഒന്നുകിൽ ആ മരുന്ന് മാറ്റി കഴിച്ചോ അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കുറച്ചോ ആ റിസ്ക് കുറച്ച് ഈ മരുന്ന് കഴിക്കുന്നതല്ലേ ബുദ്ധി? അതുപോലെ തന്നെ ICUവിൽ ഫംഗൽ ഇൻഫെക്ഷൻ കിടക്കുമ്പോൾ 1-2 ദിവസത്തിനകം മരിച്ചു പോകും എന്നുള്ള സ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോൾ വോറിക്കോണസോൾ എടുത്ത് ആ ഇൻഫെക്ഷനിൽ നിന്ന് സർവൈവ് ചെയ്ത് നോർമൽ ജീവിതത്തിലേക്ക് പോകണോ, അതോ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ചാൻസ് ആയ ക്യാൻസർ വരുമെന്ന് വിചാരിച്ച് നാം ഉപയോഗിക്കാതിരിക്കണം? അതുപോലെ തന്നെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഞാൻ ഇനി ഇമ്മ്യൂണോ സപ്രഷൻ എടുക്കുന്നില്ല, എൻ്റെ കിഡ്നി അടിച്ചുപോട്ടെ എന്ന് വിചാരിച്ച് നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കണോ, അതോ ഒരു റിമോട്ട് പോസിബിലിറ്റി ആയ ക്യാൻസർ റിസ്ക് എടുത്ത് നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം? ഇവിടെയാണ് മനുഷ്യന്റെ സവിശേഷ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്, സയന്റിഫിക് ടെമ്പർ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഓപ്പൺനെസ് ആണ്. അതുപോലെ തന്നെ ഒരു ഡ്രഗിനെ കുറിച്ചുള്ള ഓൺഗോയിങ് റിസർച്ചാണ്. അല്ലാതെ 5000 വർഷം മുമ്പ് ഞാൻ കണ്ടുപിടിച്ച ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതേപോലെ ഉപയോഗിക്കുന്ന ഒരു രീതി മോഡേൺ മെഡിസിൻ ഇല്ല. അത് എവിഡൻസ് ബേസ്ഡ് ആണ്, ഓപ്പൺ ആണ്. ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ തന്നെ അത് മനുഷ്യനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തും. എന്തെങ്കിലുമൊക്കെ
പുതിയ ഫൈൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് മോഡേൺ മെഡിസിന്റെ ഓപ്പൺനെസ്. അല്ലാതെ പണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞ് വീണ്ടും അതിനെക്കുറിച്ച് യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന പൊട്ടത്തരമല്ല മോഡേൺ മെഡിസിൻ ഫോളോ ചെയ്യുന്നത്. IARC നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നത് ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 1 കാർസിനോൾ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതിന്റെ ഹസാർഡ് ലെവൽ എത്ര എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിന്റെ റിസ്ക് ഫാക്ടർ അസസ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ പുകയിലയും അതേപോലെ തന്നെ മദ്യവും സൂര്യപ്രകാശവും നിങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്വസിക്കുന്ന പുകയും അതിനോടൊപ്പം ഈ പറഞ്ഞ മരുന്നുകളുമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ സവിശേഷ ബുദ്ധി ഉപയോഗിക്കണം. കാരണം ഈ ഹസാർഡസ് എലമെന്റുകളുടെ എല്ലാം റിസ്ക് ഫാക്ടർ നമ്മൾ ഓരോന്നിനും വ്യത്യസ്തമാണ്. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും മുമ്പോട്ട് പോകാനും. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗി എത്തുമ്പോൾ ആ രോഗിക്ക് ഒരു മരുന്ന് കുറിക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് ആ രോഗിക്ക് ഈ മരുന്ന് കൊടുത്തു വിട്ടില്ല എങ്കിൽ എന്താണ് ആ രോഗിക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ മരുന്ന് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് എന്ത് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ത് എന്നുള്ളത് നോക്കുക. ഇത് രണ്ടും കൂടി തമ്മിൽ വെയ് ചെയ്തതിനു ശേഷം ആ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയാണ് ഒരു ചികിത്സ നാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മോഡേൺ മെഡിസിൻ എവിഡൻസ് ബേസ്ഡ് ആണ്, ഓപ്പൺ ആണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ പല കപടശാസ്ത്രക്കാരും യാതൊരു വിധത്തിലും അവർ ഓപ്പൺ അല്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും എവിഡൻസും ഇല്ല. അതുകൊണ്ട് മോഡേൺ മെഡിസിനെ കുറ്റം പറയുക, അതിനനുസരിച്ച് അവരുടെ പ്രോഡക്ട്സ് വിൽക്കുക എന്നുള്ളതാണ് ഈ കപടശാസ്ത്രക്കാരുടെ ഒരു രീതി. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്പമെങ്കിലും സയന്റിഫിക് ടെമ്പർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംരക്ഷിക്കാം.